പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കിടന്നിട്ട് 50,000 കൊല്ലം. കാരണം പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ സമ്പത്ത് കിട്ടിയ പ്രവാചകനാ. പറഞ്ഞു അവരൊക്കെ പറയും, അവര് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് രക്ഷപ്പെടും. നമ്മളാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പണത്തിന് ഒരുപാട് ആഗ്രഹിക്കണ്ട. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലും അനുചരന്മാരും ഹിജറ പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് ചവിട്ടിയിരുന്ന സ്ഥലത്തിലെ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനില്ലായിരുന്നു. അല്ലാഹുവേ, ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, പണത്തിന് റസൂലുള്ള വല്ലാതെ പേടിച്ചിരുന്നു. റബീഉൽ അവ്വൽ 11 അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം ഉച്ച വൈകുന്നേര സമയമായപ്പോ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന റസൂലുള്ള പെട്ടെന്ന് വിളിക്കുന്നു, ആയിഷ, ആയിഷ ഒന്നടുത്തേക്ക് വരുവോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു, എടുത്തുകൊണ്ട് വാ ആയിഷ. 6 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, കയ്യിലിരുന്ന 6 ദിർഹം പോലും അവസാനം സദഖ കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ആർക്കാണ് പണം വേണ്ടത്? ആരും കൊണ്ടുപോകില്ലല്ലോ, ആരും കൊണ്ടുപോകില്ലല്ലോ. നിന്റെ വാപ്പയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ. എത്രയോ പേരുടെ മയ്യത്തുകൾ കബറടക്കിയവരാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നയാ പൈസ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കൊണ്ടുപോയിട്ടില്ല. എല്ലാം പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തു, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു, യതീമീങ്ങൾക്ക് വേണ്ടി കൊടുത്തു, രോഗികൾക്ക് വേണ്ടി കൊടുത്തു. എല്ലാ സദഖ ചെയ്തിട്ട് പോയില്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, പണത്തിനെ സ്നേഹിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, പണക്കാരനെ മാത്രം സ്നേഹിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിരുന്ന് കരയാൻ തുടങ്ങി. ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം നിങ്ങൾ പലരും കേട്ടവരോ, പക്ഷേ ഈ സാഹചര്യത്തിൽ പറയാതിരിക്കുന്നത് നല്ലതല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാണ്. മിസ്അബ് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്അബേ, നിന്റെ കോലം കണ്ടിട്ട് കരഞ്ഞതാ മിസ്അബേ. നിന്റെ പഴയ കാലം ഞാനൊന്ന് ചിന്തിച്ചു പോയി മിസ്അബേ. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്ന മിസ്അബ് സ്വർണത്തിന്റെ വസ്ത്രഭാധരിക്കുന്നത്, സ്വർണത്തിന്റെ വസ്ത്രഭാധരിക്കുന്നത്. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ മക്കയിലൂടെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ മുസ്ലിമാവുകയാണ്. ഉമ്മാനെ വല്ലാത്ത പേടിയാണ്.
ഉമ്മയെ വല്ലാത്ത പേടിയാണ്. മിസ്അബ് മുസ്ലിമായെന്ന് ഉമ്മയറിയുമ്പോ വീടിനകത്ത് പട്ടിണി കിട്ടിട്ട് ഉപദ്രവിക്കുകയാണ്. വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തന്റെ പൊന്നുമോന് ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിക്കുകയാണ്. അവസാനം എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നുമോൻ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ സഹാബത്തിനോട് പറയുമ്പോ മിസ്അബിനും പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവസാനം ഉമ്മയോട് പറയുന്നു, എനിക്ക് മദീനയിൽ പോകണം, എനിക്ക് ഹിജ്റ പോകണം എന്ന് പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ നന്നാകാതെ വരുമ്പോ വീടിനകത്തിട്ട് തല്ലി ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ച് കിടക്കുമ്പോ ഉമ്മ വീട്ടുകാരോട് പറയുന്നു, ഇവനെ വലിച്ചിടച്ചെന്റെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയൂ. അതാ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീടിന്റെ വെളിയിൽ തന്റെ വീട്ടിലെ ജോലിക്കാരും മുഴുവനും തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹയോട് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മോനെ മിസ്അബ്, ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂലടാ. എന്റെ സമ്പത്തിൽ നിന്നൊരു 5 നയാ പൈസ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബ്. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹയോട് ഉമ്മ പറയുന്നു, മിസ്അബ്, എന്റെ സമ്പത്ത് എത്ര വലുതാണെന്നറിയുവോ? ഈ മക്കയുടെ പകുതിയും എന്റെതാടോ. ഈ മക്കയുടെ പകുതിയും എന്റെ സമ്പത്താണ് മിസ്അബ്. ഇവിടെ നിറങ്ങിപ്പോയാൽ ഒരു 5 നയാ പൈസ പോലും നിനക്ക് ഞാൻ തരില്ലടോ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ ഉമ്മ പൈസ തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയോ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ. ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ മിസ്അബ്, നീ നശിച്ചു പോകട്ടടാ, നീ മുടിഞ്ഞു പോകട്ടടാ. നീ എന്നെ ഉമ്മായും നീ ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മായെന്ന് വിളിക്കല്ലേ. ഞാൻ മരിച്ചാ എന്നെ കാണാൻ പോലും നീ വരല്ല മിസ്അബേ. ഉമ്മ വീടിനകത്ത് നിന്ന് ആട്ടിയിറക്കുകയോ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചാട് സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? യാ റസൂലല്ലാഹ്, ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ നബിയേ? എനിക്ക് സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാനാ നബിയേ. മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ഒരു ജനാസയും ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബത്ത് വരികയാണ്. ഒരു ജനാസ ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആരുടെ ജനാസ എന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? കഫം പൊതിയാത്തതുണ്ട്, കഫം പൊതിയാത്തതുണ്ട്. കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറക്കുമ്പോ കാല് വെളിവാവുകയോ, കാല് മറക്കുമ്പോ തല വെളിവാവുകയോ. കഫൻ തുണി പോലും പൊതിയാറില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തലമറച്ചിട്ട് അതാ കഫൻ പൊതിയോ, 2 കാലും വെളിയിൽ കിടക്കുകയോ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, ആ പുല്ല് പറിച്ചുകൊണ്ട് വാ സഹാബാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ കാല് കഫം പൊതിയുകയോ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഖബറിനകത്ത് ജനാസ ഇറക്കുമ്പോ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഖബറിനകത്തേക്ക് ഇറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടടിഞ്ഞിട്ട് പുല്ലടിഞ്ഞ് വീഴുകയോ. അല്ലാഹുവേ,
മയ്യത്തും കയ്യിൽ പിടിച്ചിട്ട് ഖബറിനകത്തിരുന്ന് സഹാബത്ത് കരയുകയാണ്. ഖബറിന്റെ മുകളിലിരുന്ന് റസൂലുള്ള കരയുകയാ. ചുറ്റുഭാഗത്ത് കൂടിയവര് മുഴുവനും ഖബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിന് ഒരുപാട് മോഹിക്കല്ലേ, അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോകുന്ന വസ്തുവാട്, നരകത്തിലേക്ക് കടന്നു പോകുന്ന വസ്തുവാട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിച്ചാലെങ്ങനെ മരിക്കണമെന്നറിയുവോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടത് എങ്ങനെയെന്നറിയുവോ? വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബിതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹുവേ, തന്റെ ജീവിതവും സമ്പത്തും ശരീരവുമെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് സ്വർഗം പകരം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ട് മരിക്കണേ സഹാബാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുകയാ. നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് ഖബറടപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വന്തം മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹുവേ, മക്കൾ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ? മക്കൾ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ 7 മക്കളുടെ മയ്യത്തല്ലേ ഖബറടക്കിയത്? 7 മക്കളുടെ മയ്യത്തല്ലേ ഖബറടക്കിയത്? എന്റെ പ്രിയമുള്ളവരെ, ബദറിന്റെ രണാകണത്തിൽ 313 സഹാബത്ത് ഒടിഞ്ഞ വാളുമായി വിശന്ന വയറുമായി ബദറിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് റസൂലുള്ള വീട്ടിലേക്ക് കയറി വരികയാ. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല പള്ളിക്കകത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി പറയുന്നു, നബിയേ, ജന്നത്തുൽ ബഖീയിലേക്കൊന്ന് പോ നബിയേ, റുഖിയ മോളുടെ ജനാസ ഖബറടക്കാ കൊണ്ടുപോയിരിക്കുന്നു നബിയേ. ബദറിന്റെ രുണാങ്കണത്തിൽ നിന്ന് യുദ്ധം ജയിച്ച സന്തോഷത്തോട് വീട്ടിൽ കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് റുഖിയ ബീവി മരണപ്പെട്ടിട്ട് മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങി ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയ ബീവിയുടെ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് മണ്ണ് വെട്ടി വാരി വിട്ടുകൊണ്ടിരിക്കുകയാ. മണ്ണിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ മുഴുവനും മാറി നിന്നു. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, നബിയേ, മോളുടെ മയ്യത്ത് കാണണോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, പൊന്നുമോളുടെ ജനാസ കാണണോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന് തന്റെ പൊന്നുമോള് അവസാനമായി ഒന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടിയില്ല. 7 മക്കളുടെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് റസൂലുള്ള മണ്ണ് വാരിയിട്ട് ഖബറടക്കി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾക്കൊരു തലവേദന വന്നാ സഹിക്കാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ലക്ഷദ്വീപില് വഅദിന് പോയപ്പോ വഅദ് സ്റ്റേജിൽ ഒരു ഉസ്താദ് ഉദ്ഘാടനത്തിന് വന്നു. ഒരു പ്രായമുള്ള ഉസ്താദാ. പടച്ചവനെ, ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, മക്കൾ എത്ര ഉണ്ട്? ആ ഉസ്താദ് പറയുന്നു, മോനെ, എനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു, 9 മരിച്ചുപോയി ഉസ്താദ്.
9 മക്കളെ പടച്ചവൻ കൊടുത്തു, 9 മരിച്ചുപോയി. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹുവേ കരയുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, എനിക്ക് ജോലിയില്ല. എന്റെ 9 മക്കളും മരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഏത് ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയാ? ഏത് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഏത് ഉമ്മയ്ക്കാ തന്റെ മക്കള് മരിച്ചാ താകാൻ കഴിയുന്നത്? അല്ലാഹുവേ, ആ പെങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി. റബ്ബേ, വീടിനകത്തടച്ചിട്ടിട്ട് വന്നതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പരീക്ഷണം മക്കളെ മരിപ്പിക്കുകയാ. 5ാമത്തെ പരീക്ഷണം എന്തെന്നറിയോ? മാരക രോഗം തരുന്നത്. റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചെറുപ്പക്കാരാ ക്യാൻസർ വരുന്നത്, ട്യൂമർ വരുന്നത്, കിഡ്നി തകർന്നിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുന്നത്. നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല പെങ്ങള്, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. നിനക്കതിന് പകരം സ്വർഗം തരാനാ പൊന്നുമോളെ. നീ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ. ക്യാൻസർ രോഗം വരുന്ന പെണ്ണ്, റസൂലുള്ള പറയുന്നുണ്ട്, 7 പേർക്ക് ഷഹീദിന്റെ കൂലിയാ. 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാ. പെങ്ങളെ, വയറിനകത്ത് രോഗം വന്നിട്ട്, ക്യാൻസർ പോലെയുള്ള രോഗം വന്നിട്ട് മരിക്കുന്ന പെണ്ണ്, പൊന്നുമോളെ, ഷഹീദിന്റെ കൂലിയാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത്, നീ ഈമാനിനെ ഉറപ്പിക്കണേ, നിന്റെ വിശ്വാസം ഉറപ്പിക്കണേ. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. അയൽവാസി കൂടോത്രം ചെയ്തുകൊണ്ടതല്ല, മുട്ട കുടിച്ചിട്ടതിന്റെ പേരിലല്ല, നിന്റെ വീടിന്റെ പുറകിൽ ഒരു ചെറിയ ഉറുക്ക് കൊണ്ടുവന്ന് കുടിച്ചിട്ടതിന്റെ പേരിലല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. വൽകദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നീ വിശ്വസിച്ചാലേ നിന്റെ ഈമാൻ ശരിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെ വരുമ്പോ പറയും, എന്റെ അയൽവാസി ഞാൻ നശിക്കാൻ മുട്ടയിൽ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ഇതിന് പ്രതിവിധിക്കണം, അല്ലെങ്കിൽ തിരിച്ചു ചെയ്യണം, വെറ്റേ നോക്കണം. ഇതൊക്കെ നടക്ക. പെണ്ണെ വെറുതെ ഓടി നടക്കണ്ട. അള്ളാന്റെ തീരുമാനമാ. ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്ക് കിട്ടും, ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്കുള്ളത് അവക്ക്, നിനക്കുള്ളത് നിനക്ക്. അള്ളാഹുവിൽ വിശ്വസിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപ്പോ നിർത്താറായോ? സംഘാടകർ ഇങ്ങനെ എന്നെ നോക്ക, ഉസ്താദ് ബക്കറ്റ് എടുക്കാൻ പറയുന്നില്ലല്ലോ, ആൾക്കാർ പോയി തുടങ്ങിയല്ലോ. എന്റെ പൊന്ന് കബീറ, പോകുന്നത് പോകട്ടെ, ഓൻ ഇവിടെ ഇരുന്നാലും 50 പൈസ പോലും തരില്ല. ഞാൻ അവസാനമേ ബക്കറ്റ് എടുക്കാൻ പറയൂ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചവരല്ലേ കൊടുക്കുക. ഈ പോണ ചങ്ങാതി ഇവിടെ ഇരുന്ന് 5 രൂപ ഇടൂല്ല. അവൻ പോവുക പോകാതിരിക്കാതെ നമ്മളെ അറിയേണ്ട കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 12 താക്കീതുകളിൽ 1 കഴിഞ്ഞു, 2 ഒരെണ്ണം കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. 1 താക്കീതും കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കൂലേ അവസാനം വരെ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ആ നിക്കണ ചങ്ങാതിമാര് സ്വർഗത്തിൽ വന്നിട്ട് നിക്കല്ലേ വാപ്പ, സ്വർഗം സൂഹിക്കാനുള്ള സ്ഥലവാ. സംഘാടകര് കസേര എടുത്ത് അവിടെ കൊണ്ടുപോകും. അവരവിടെ ഇരിക്കും. സ്വർഗത്തിൽ ആരും നിക്കരുത്. സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ള സ്ഥലം. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. 2 ഖുർആൻ പറഞ്ഞ 2ാമത്തെ താക്കീത്. അല്ലാഹ് ചോദിക്ക, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ.
നിന്നെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു. മക്കാർക്കൊക്കെ എന്നെ കൊണ്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി 6-ലൊക്കെ എന്താ നീന്തലെന്നറിയോ? ഞാൻ കണ്ണത്തിൽ നിൽക്കുക. ചെറുപ്പക്കാരൊക്കെ നല്ല രീതിയിലാണ് നീന്തുന്നത്. ചൂടൊഴിയപ്പ നല്ല നീന്തല. അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചാൽ 8 കിലോമീറ്ററൊക്കെ ഞാൻ നടന്നു വന്നിട്ടുണ്ട് എന്ന് പറയാം. അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടെന്ന്. പഠിച്ചാൽ നമുക്കൊക്കെ ഒരു 1/2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞ എന്ന് പറ്റൂല. ശരി, എന്തായാലും അള്ളാഹു എന്താന്നറിയില്ല, സാധാരണ പ്രായമുള്ള ആൾക്കാരൊക്കെ പ്രായമുള്ളവരോടാ കൂട്ട്, മക്കാരൊക്കെ ചെറുപ്പക്കാരുടെ കൂടെ കൂട്ട്. എന്തായാലും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കാറക്കാന്ന് പേരെന്താപ്പാ? യഥാർത്ഥ പേരെന്താ? മുഹമ്മദ് മക്കാർ. അല്ല, ഇങ്ങനത്തെ പേരൊന്നും ഇപ്പൊ ആരും ഇടൂല. കോമഡി എല്ലാവർക്കും ഇല്ലേ പഴയ പേരുകൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത് ഖുർആൻ ചോദിക്കുക, സിറാജ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനവന്റെ പേര് അവനും ചിന്തിച്ചാൽ മതി. അല്ല ചോദിക്കാം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു? അല്ല പറഞ്ഞു, അല്ലടാ, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനാണ്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയൊന്നുമല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 5 നേരം നിസ്കാരമാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ താക്കീത്. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടിയാ. ഇന്നത്തെ ദിവസം 5 നേരം ജമാഅത്തായി നിസ്കരിച്ച ആണുങ്ങൾ കൈവക്കാൻ പറഞ്ഞ എത്ര പേര് പൊക്കും? എനിക്ക് നാണം കെടാൻ വയ്യ, പൊക്കണ്ട. ഞാൻ നാണം കെടുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് 5 നേരം നിസ്കരിച്ച എത്ര പേരുണ്ട്, എത്ര സഹോദരിമാരുണ്ടെന്ന് കളയാക്കാതെ നിസ്കരിച്ചത്. അല്ലാഹു അഅലം. നിസ്കരിക്കാനൊന്നും പറയല്ല ഉസ്താദ്, അത് ഇഷ്ടമല്ല. പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റുമെന്ന്. അത് ഏത് മസലയാ? പെണ്ണ് അടുക്കളയിൽ ജോലി ചെയ്ത് കരിയായി കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം. ളുഹറും അസറും കൂടെ ജോയിന്റ് ചെയ്താ എല്ലാവരും നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം വല്ലാത്തതാ. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക സലാത്ത സുബ്ഹി, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബ്ഹി നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിൽ നിന്ന് പിന്നെ അവനെ അള്ളാഹു നോക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബ്ഹി നിസ്കരിക്കാത്തവനെ അള്ളാഹ് അഴിച്ചു വിട്ടിരിക്കുക. അവൻ എന്ത് വന്നാലും വിട്ടേക്കും, നോക്കൂല. പക്ഷെ സുബ്ഹി നിസ്കരിച്ച അന്നത്തെ ദിവസം നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം നിർബന്ധമാണ്. അള്ളാഹുവേ, അത് നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയുമോ? ഒറ്റ ഹദീസ് പറഞ്ഞു തരാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ കളയാക്കിയാൽ ഇന്നത്തെ മഗ്രിബ് നമസ്കാരം, എന്റെ പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ ഇശാ നമസ്കാരം എന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞുപോയി ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങുകയാ. നാളെ രാവിലെ സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് എഴുന്നേറ്റു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ മനസ്സിൽ തോന്നുന്നു, അല്ലാ, ഇന്നലെ ഇശാ നിസ്കരിച്ചില്ലല്ലോ, ഒന്ന് ഖളാ വീട്ടിയിട്ട് നിസ്കരിക്കാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ ഇശാ നീ ഖളാ വീട്ടി നിസ്കരിച്ചു എങ്കിൽ ഈ ഖളാ വീട്ടിയ മനുഷ്യനുണ്ടല്ലോ 2,28 ദശലക്ഷം വർഷം നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം നിസ്സാരമായ കാര്യമല്ല. അത് വല്ലാതെ ഒരു ഓർമ്മപ്പെടുത്തലാണ് റസൂലുള്ളാഹി നടത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ. ജീലാനി ദിനത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കിടക്കുമ്പോ
കിടക്കുമ്പോ അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് കടന്നു പോയത് എങ്ങനെയെന്നറിയുവോ? രണ്ട് സഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, അലിയാര് തങ്ങളുടെയും മറ്റൊരു സഹാബിയുടെ, എന്റെ പ്രിയമുള്ളവരെ, തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് കാലിങ്ങനെ ഇടച്ചുകൊണ്ട് പള്ളിയിൽ പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അള്ളാന്റെ റസൂലുണ്ടല്ലോ, ഇതുപോലെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത പ്രവാചകനുണ്ടല്ലോ, അവസാനം രോഗം പിടിച്ചിട്ട് റബീഉൽ അവ്വൽ 12-ാം തീയതി സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് അല്ലാഹുവേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ സുബഹി ബാങ്ക് വിളിച്ചു. എല്ലാരും നിസ്കരിക്കാൻ കേറി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാ. എല്ലാവരും അബൂബക്കർ തങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, കവാടത്തിലിട്ടിരിക്കുന്ന കർട്ടനൊന്നു മാറ്റി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ജനലിന്റെ ഭാഗത്തുള്ള കർട്ടൻ ഇങ്ങനെ മാറ്റിക്കൊടുക്കുകയാ. അള്ളാന്റെ റസൂല് നോക്കുമ്പോ എല്ലാ സഹാബികളും നിസ്കരിക്കുകയാ. അള്ളാന്റെ റസൂല് ഓരോ സഹാബിയുടെയും നിസ്കാരം നോക്കുകയാണ്. അവസാനം തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, കർട്ടൻ പിടിച്ചു മാറ്റിയിടാന്, കട്ടം പിടിച്ചു മാറ്റിയിടാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന് പെട്ടെന്ന് രോഗം കൂടുകയാ. റബീഉൽ അവ്വൽ 12-ന്റെ പ്രവാചകന് പെട്ടെന്ന് രോഗം പിന്നെയും കൂടി. വീടിനകത്താണെങ്കിൽ മഹദി ആയിഷ, മഹദി ഫാത്തിമ, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി, പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി, റസൂലുള്ള രോഗം പിടിച്ചിട്ട് പനി കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാ. ബോധം പോലും നഷ്ടപ്പെട്ട രീതിയിൽ കിടക്കുകയാ. മോളും ഭാര്യയും അടുത്തിരുന്ന് കരയുകയാണ്. സമാധാനിപ്പിക്കാൻ ആരുമില്ല. രണ്ടുപേരും വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ, വാതിലൊന്ന് തുറക്കുവോ. കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല. അള്ളാന്റെ റസൂല് സുഖമില്ലാതെ കിടക്കുകയാ. നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിലൊന്ന് തുറക്കുവോ, വാതിലൊന്ന് തുറക്കുവോ. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാ. ഫാത്തിമ ബീബി പിന്നെയും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ രോഗിയാട്, സുഖമില്ല, പോയിട്ട് പിന്നെ വരുവോ. എന്റെ പ്രിയമുള്ളവരെ, കുറെ സമയം കഴിഞ്ഞ് മൂന്നാമതും റസൂലുള്ളാഹിയുടെ വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിൽ ചെന്നിട്ട് നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, ആ സലാം പറഞ്ഞ മനുഷ്യനെ നോക്കിയിട്ട് ഫാത്തിമ പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. ആ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങള് കണ്ടിട്ടില്ല വാപ്പാ. അള്ളാന്റെ റസൂല് പറയുന്നു, വാതില് തുറക്കു ഫാത്തിമ, വാതില് തുറക്കു ഫാത്തിമ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വാതില് തുറക്കുകയാണ്. ആരാ കടന്നു വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, വാതില് തുറക്കു ഫാത്തിമ, അത് അസ്റായീലാണ് ഫാത്തിമ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, റസൂലുള്ളാഹിയുടെ റൂഹ് പിടിക്കാൻ കടന്നു വന്ന അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പോലും കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ചിന്തിക്കു പെങ്ങളെ, ചിന്തിക്കു പെങ്ങളെ, നിന്റെ മരണസമയം എങ്ങനെയായിരിക്കും
ആയിരിക്കും മോളെ. അല്ലാഹുവേ, വീടിനകത്തേക്ക് അസ്റായിൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായിലേ, എന്റെ രോഗസന്ദർശനം നടത്താ വന്നതാണോ? എന്നെ കാണാ വന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങയെ രോഗസന്ദർശനം നടത്താൻ അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്റായിലേ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഒന്നാം ആകാശത്തിൽ നിന്ന് കരയുന്നത് കണ്ട് നബിയേ വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അസ്റായീൽ വിളിച്ചു കൊണ്ടുവന്ന് ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ, നീ എന്റെ കൂട്ടുകാരനായിരുന്നല്ലോ, എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തേ ജിബ്രീൽ ഈ അവസാനം ഞാൻ യാത്ര പറയുന്ന സമയത്ത് എന്നെ യാത്രയാക്കാൻ മടിക്കുന്നത് എന്തേ ജിബ്രീൽ? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ കടപ്പ് കാണാ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്റായീലേ, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം അസ്റായീൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം അസ്റായീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ്, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും അവന് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് കരഞ്ഞാൽ അല്ലാഹ് അവന്റെ പാപം പുറത്തു കൊടുക്കും നബിയേ. കേൾക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു, അസ്റായീലേ, റൂഹ് പിടിച്ചോ അസ്റായീൽ, റൂഹ് പിടിച്ചോ അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് പടച്ചവരെ തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി ഇങ്ങനെ മുക്കിയിട്ട് റസൂലുള്ളാഹിയുടെ നെറ്റിത്തടം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. കാരണം വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുന്നുണ്ട്, നെറ്റിത്തടം വിയർക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് പോലെ ഞാൻ എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല യാ റസൂലല്ലാഹ്. അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് പുളയുകയാ, വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവേ, 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ
ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് സ്നേഹനിധിയായ ഭാര്യയോട് അവിടുന്ന് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ദുആ ചെയ്യണേ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, പൊന്നുമോളെ പ്രസവ വേദന അറിഞ്ഞവളല്ലേ നീ, പ്രസവ വേദന അറിഞ്ഞവളല്ലേ, അത് മരണവേദനയല്ലേ, അത് മരണവേദനയല്ലേ. പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്ന് ഉരുളുകയാണ്. എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അല്ലാഹുവേ, അവസാനം ഇങ്ങനെ റൂഹ് പിടിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. 18 വയസ്സുള്ള ഭാര്യ ആയിഷ, ആയിഷ എന്ന 18 വയസ്സുള്ള പെണ്ണിന്റെ നെഞ്ചിൽ ഇങ്ങനെ റസൂലുള്ള ചാരിയിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സഹാബി കടന്നു വരുന്നു. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. റസൂലുള്ള ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. കാരണം കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്, കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, ഭർത്താവിന്റെ നോട്ടം പോലും ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി. പെണ്ണ് മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിയുടെ കൈ ഉയരുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ പ്രവാചകന്റെ കൈ ഉയരുന്നില്ല. ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ മിസ്വാക്ക് എടുത്ത് പല്ലിൽ വെച്ച് ചവച്ചരച്ചിട്ട് ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് 18 വയസ്സുകാരി പല്ല് തേച്ച് കൊടുത്ത്. പിന്നീട് റസൂലുള്ളാഹിന്റെ പല്ല് തേക്കുകയാ. പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗത്ത് റൂഹ് വന്നു. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ മഹാനായ ഉസാമ റസൂലുള്ളാഹി തങ്ങളുടെ വളർത്തുമകനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹു. ആയിഷ ബീവിയുടെ നെഞ്ചിൽ മരണത്തിന്റെ അവസാന സമയത്ത് ചാരിയിരിക്കുമ്പോ ഉസാമ എന്ന തന്റെ വളർത്തുമകൻ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാ. മിസ്വാക്ക് പിടിക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ ഉയരുകയാണ്. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് ആംഗ്യം കാണിക്കുന്നു. ഉസാമ, അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യൂ ഉസാമ, പടച്ചവൻ എന്നോട് കരുണ കാണിക്കാ, അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ. പൊന്നുമോനെ, പൊന്നുമോനെ ഉസാമ, എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്യാ. റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞു പോയെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാല് കൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ദിവസം ഒരു വഖത്ത് പോലും നിസ്കരിക്കാത്തവരുണ്ടല്ലോ. ഇന്ന് രാത്രിയാദി മരിക്കുന്നതെങ്കില് മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ. ആദ്യമായിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവർ, ആദ്യത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ ചില മയ്യത്തുകളെ കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകളുണ്ട്. റബ്ബേ, മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം പോലും നടത്തി പോകുന്ന മയ്യത്തുകളുണ്ടല്ലോ. അല്ലാഹുവേ,
നിനക്ക് ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി ആ അസ്റായിൽ വരുന്നതെങ്കിൽ ഇന്ന് 5 പ്രാവശ്യം നിന്റെ അടുക്കല് കുല്ലയൗമിൻ 5 മറ ഇന്ന് നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടടാ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. വെള്ളം കിട്ടാതെ മൃഗങ്ങളെ പോലെ കൈകാലുകളിട്ടടിച്ച് പടച്ചവരെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഒരു കാഫിറിനെ പോലെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബേ, മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞുപോയി, ഇന്നലിൽ മൗതി ലസക്കറ. തന്റെ വളർത്തു മകനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മോനെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ, അല്ലാഹ് എന്നോടൊന്ന് കരുണ കാണിക്കാൻ, റബ്ബെന്നോടൊന്ന് കരുണ കാണിക്കാൻ, ഈ വേദനയൊന്ന് കുറച്ചു തരാൻ ദുആ ചെയ്യടാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവർ, മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവർ, അല്ലാ എനിക്കും ഇങ്ങനെ മരണം, എനിക്കും ഇവനെ പോലൊരു മരണം തരണേ എന്ന് ദുആ ചെയ്യണേ അല്ലാ. റബ്ബേ, അങ്ങനെയുള്ള മരണം തരണേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തെടുത്തോ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഒരു നല്ല സദക്ക, ഒന്നും വേണ്ട. അല്ലാഹു എന്റെ മരണം നന്നാക്കി തരണം, എന്റെ മരണവേദന കുറച്ച് തരണം. ആരും എഴുന്നേറ്റ് പോകരുത്, പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു നല്ല സദക്ക മനസ്സറിഞ്ഞിട്ട്, അല്ലാഹുവേ എനിക്കൊരു നല്ല മരണം, എന്റെ മരണവേദന കുറച്ചു തരണമെന്ന ഒറ്റ നിയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സദഖ ആരെല്ലാം കൊടുക്കുന്നു അവർക്ക് നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കെട്ടുന്ന മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയം സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. പ്രസവവേദന അറിഞ്ഞവളാ, പ്രസവവേദന അറിഞ്ഞവളാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവേ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഒരുപാട് അപേക്ഷകൾ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാ. അവരുടെ ബന്ധുവല്ല, അവരുടെ കൂടപ്പറപ്പല്ല. പടച്ചവനെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി അല്ലാഹുവേ ഒരു ചെറിയ സദഖ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ. കൊടുത്ത അല്ലാഹ് തരുന്ന പ്രതിഫലം ഖുർആനാ പറയുന്നത്, ഹദീസുകളല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവനെ, റൂഹ് പിടിക്കുന്ന സമയത്ത് എങ്ങനാ റൂഹ് പിടിക്കുന്നതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മതാ നമ്മൾ കോഴി അറുക്കാറുണ്ട്, ആടിനെ അറുക്കാറുണ്ട്, പോത്തിനെ അറുക്കാറുണ്ട്. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും മനുഷ്യനൊടിച്ചിട്ട് ബാക്കി എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും തലയും എടുത്ത് അടിച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോ കൈകാലുകളിട്ട് അടിക്കാറില്ല. ഈ മനുഷ്യൻ മരിക്കുകയാണെന്ന് കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നവന് പോലും അറിയാത്ത രീതിയിൽ മരിക്കുന്നവരുണ്ടല്ലോ. കൈകാലുകളെടുത്ത് അടിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായിൽ മാത്രമല്ല, അസ്റായിൽ മാത്രമല്ല. എന്റെ പ്രിയമുള്ളവരെ, 500 മലക്കുകളാണ് റൂഹ്